എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾക്കിന്ന് റിച്ചാർഡിനൊപ്പം ആ ഒരു കോഴ്സിൽ പങ്കെടുക്കേണ്ട ഒരു ദിവസമാണ്, പാരൻസ് പങ്കെടുക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്തിട്ട് വേണം കോഴ്സിന് ഞാൻ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ റിച്ചാർഡ് 7-ാം തീയതി നാട്ടിലെത്തി. 8, 9, 10 തീയതികളിൽ പ്രീ കാന കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നാണത് തീരുന്ന ദിവസം. അന്ന് തന്നെയാണ് ഞങ്ങൾക്കുള്ള പാരൻസിൻ്റെ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നമ്മളുടെ റൂബി കുഞ്ഞിപ്പോൾ കുറച്ച് നേരം ബെഡിലൊക്കെ കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചൂടായതുകൊണ്ട് ഇപ്പോൾ 2-3 മാസമായിട്ട് റൂബി താഴെ തന്നെയാണ് കിടക്കുന്നത്. ബെഡിൽ കയറി കിടക്കുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ, ചൂട് കൂടും. അപ്പോൾ താഴെ തന്നെയാണ് കിടക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് തണുപ്പ് മഴയും ഒക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് മഴയൊക്കെ, നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ തണുപ്പെന്ന് പറയാൻ പറ്റില്ല, ചൂടില്ലാത്ത ഒരു കാലാവസ്ഥ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂബി മോളിലൊക്കെ കയറി കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അവൾക്ക് എന്നെ കൂടി തന്നെ കിടന്നുറങ്ങുന്നതാണ് ഇഷ്ടം. പക്ഷേ ചൂട് കൊണ്ട് അവൾക്ക് കിടക്കാനും പറ്റുന്നില്ല. എങ്കിലും അവൾ ഇടയ്ക്ക് രാത്രി ചാടി കയറും. പിന്നെ കിടന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചൂട് കൂടി കഴിയുമ്പോൾ താഴേക്ക് തന്നെ ചാടും. അപ്പോൾ ഇല്ലേ, ഇന്ന് രാവിലെ പുട്ടും പഴവുമായിട്ട് റിച്ചാർഡിന് ഞാൻ ഫുഡ് കൊടുത്തു കഴിഞ്ഞ്. കാരണം അവന് ഇങ്ങനെ കറികൾ കൂട്ടി കഴിക്കാനൊന്നും അത്ര വലിയ താല്പര്യമില്ല. പുട്ടും പഴം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പൊയ്ക്കോളുമില്ല. അപ്പോൾ അതുകൊണ്ട് അവന് പുട്ടുപഴം കൊടുത്തു. അപ്പോൾ തലേ ദിവസം രാത്രി ഞാനില്ലേ ഈ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. തലേദിവസം രാവിലെ തന്നെ ഈ കടലെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, 1/2 കിലോ കടല. അങ്ങനെ തന്നെ, കാരണം ഈ കടല കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞ് പോയാൽ, നമ്മളത് വേവിക്കാൻ താമസിച്ച് പോയി കഴിഞ്ഞാൽ അതിലൊരു പുളി രസമൊക്കെ വന്നിട്ട് അത് കേടായി നിർത്തും. കടല പുട്ടിൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ പുട്ടിന് കഴിക്കണ കറി കൂട്ടിയിട്ട് ചോറുണ്ണത് ഞങ്ങൾക്ക് 2 ആൾക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു പകുതിയോളം വേവിച്ചതിൻ്റെ കടല ഞാൻ കറിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകും ഇത്തിരി വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റിയിട്ടാണ് അതിനകത്തേക്ക് പൊടികൾ ചേർത്തത്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയാണ് കൂടുതൽ, മുളക് പൊടി വളരെ കുറച്ചാണ്, പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അത് ചേർത്ത് വഴറ്റിയിട്ട് തക്കാളിയും കൂടി ഇട്ട്, തക്കാളി ഒരുവിധം വെന്ത് കഴിയുമ്പോഴത്തേക്കും കടല വെറുതെ ഉപ്പിട്ടാൽ വേവിച്ചത്. കാരണം നമ്മൾ തലേദിവസമൊക്കെ വേവിച്ച് വെക്കുമ്പോഴത്തേക്ക് ഇത് കേടായി പോകും, സവാളയും തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് തക്കാളിയും സവാളയൊന്നും ഇടാതിരുന്നത്. എന്നിട്ട് വെറുതെ ഉപ്പിട്ട് വേവിച്ചതാണ്. ഇപ്പം അതിനകത്തേക്ക് ഇട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ പുട്ടും കടലക്കറിയാണ് ഞാനും പപ്പയും കഴിച്ചത്. റിച്ചാർഡ് പുട്ടും പഴവും. ഇത് പോകാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് ഇറങ്ങണേണ് കേട്ടോ. പിന്നെ കമൻറ്റ് ബോക്സിൽ മിക്ക ദിവസവും ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും, ചേച്ചി കല്യാണത്തിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് പറയാനായിട്ട് ഞങ്ങൾക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ടായിരുന്നു ഇത്രയും ദിവസം പറയാതിരുന്നത്. കാരണം റിച്ചാർഡ് വന്ന് എത്തണ്ടേ ഇങ്ങോട്ട്. റിച്ചാർഡ് വന്ന് എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ കല്യാണ ഡേറ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെൻഷനും ഒരു ആശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കല്യാണ ഡേറ്റ് പറയാതിരുന്നത്. ഇപ്പോൾ ഏതായാലും പ്രീ കാന കോഴ്സ് ഇന്ന് ഇപ്പോൾ ഈ സൺഡേ തീർന്ന് ഇനിയിപ്പോൾ നമ്മളുടെ കല്യാണം വിളിച്ചു ചൊല്ലാനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിസ്ത്യൻസിന് 3 ഞായറാഴ്ച കല്യാണം വിളിച്ചു ചൊല്ലലെന്ന് പറയും. അതായത് ഇന്ന 2 ഫാമിലി തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പള്ളിയിൽ വന്ന് അറിയിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പള്ളിയിൽ വിളിച്ച് പറയും. അപ്പോൾ അത് 3 ഞായറാഴ്ചകൾ, കല്യാണത്തിന് മുൻപുള്ള 3 ഞായറാഴ്ചകളിൽ വിളിച്ച് ചൊല്ലണം. അല്ല, നാട്ടുകാരെ മുഴുവൻ വിളിച്ച് അറിയിച്ചിട്ടാണ് നമ്മൾ കല്യാണം നടത്തേണ്ടത്. കാരണം നമുക്കറിയില്ല, നമ്മൾക്ക് പരസ്പരം അറിയില്ല പെണ്ണിൻ്റെ വീട്ടുകാർ ഏത് തരക്കാരാണ്, ചെക്കൻ്റെ വീട്ടുകാർ ഏത് തരക്കാരാണ്. ഇതൊന്നും ചിലപ്പോൾ നമ്മൾക്ക് എല്ലാം അറിയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ വിളിച്ചു ചൊല്ലുമ്പോൾ ഇന്ന ആളുകളെ നമുക്കറിയാമല്ല, അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് ഇവർ അറിഞ്ഞില്ലേ, അന്നേ പിന്നെ ഒന്ന് അറിയിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച് അറിയിക്കാതെ അടുത്ത കല്യാണത്തിന് നിൽക്കുന്ന ആളുകളില്ലേ, കല്യാണ വീരന്മാരെന്നൊക്കെ പറയൂലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ്, ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങളുള്ളവരാണ്. അത് എല്ലാവരെയും ഇങ്ങനെ പള്ളിയിൽ വിളിച്ച് അറിയിക്കുമ്പോൾ പള്ളിയിലുള്ള ആളുകൾ മൊത്തത്തിൽ അത് കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഇവരെക്കുറിച്ച് അറിയാമെങ്കിൽ, നമ്മൾക്കത് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ലെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ അറിയിക്കാനും, ഇത് ശരിയല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു വിവാഹമാണ് എന്നറിയിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് ഈ 3 ആഴ്ച നമ്മളുടെ പള്ളിയിൽ വിളിച്ചു ചൊല്ലുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രീ കാന കോഴ്സിൻ്റെ
സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നമ്മളുടെ മതപരമായ പ്രാർത്ഥനകളും അതെല്ലാം അച്ഛൻ്റെ മുന്നിൽ നമ്മൾ പറഞ്ഞ് അച്ഛൻ ചോദിക്കുന്നതൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും, അതെല്ലാം ആൻസർ ചെയ്ത് എന്നിട്ടൊക്കെയാണ് നമ്മൾക്ക് പള്ളിച്ചീട്ടൊക്കെ തരുന്നത്. അപ്പം നമ്മളുടെ ആദ്യത്തെ വിളിച്ചു ചൊല്ലൽ വരുന്നത് മെയ് 31 ഞായറാഴ്ചയാണ്. രണ്ടാമത്തെ വിളിച്ചു ചൊല്ലൽ ജൂൺ 7 ഞായറാഴ്ചയാണ്. മൂന്നാമത്തെ വിളിച്ചു ചൊല്ലൽ ജൂൺ 14 ഞായറാഴ്ച. ജൂൺ 15 നമ്മളുടെ കല്യാണം തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങളിത് രണ്ടാളും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങുന്നതാണ്. അപ്പം മോളുടെ വീട്ടിൽ നിന്ന് മോളുടെ ബ്രദറും മമ്മിയും കൂടിയിട്ട് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ഇത് ആക്കിയിട്ട് മോൻ ഇങ്ങോട്ട് തിരിച്ചു പോരും. കാരണം മോൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ല, പാരൻസിന് മാത്രമാണ് മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ റിച്ചാർഡും സാറ്റിനെ കൊച്ചും രാവിലെ നമ്മളുടെ കാറിലങ്ങോട്ട് പോയിക്കുന്നത് കൊണ്ട് തിരിച്ച് നമ്മൾക്ക് അവരുടെ കാറിൽ ഇങ്ങോട്ട് പോരാം. ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാം. ആ ഒരു തീരുമാനത്തിൽ അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് കൊടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ പഠിച്ച കോളേജും പരിസരങ്ങളും കണ്ട് ആ നൊസ്റ്റു അടിച്ച് നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നത്. ഒരുപാട് നഷ്ടബോധങ്ങളാണ് നമ്മൾക്ക് പഴയ കോളേജ് ക്യാമ്പസ് നമ്മൾ കാണുമ്പോൾ. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്, അന്നിതൊരു ജൂനിയർ കോളേജായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ അവിടെ സൈഡിൽ നിന്നിട്ടൊക്കെയാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മളുടെ കോളേജ് അന്നത്തെ ജൂനിയർ കോളേജിൻ്റെ ആ ഒരു ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ച് ഇപ്പോൾ അവിടെ ഈ അച്ഛന്മാരുടെ താമസങ്ങളും അങ്ങനെയൊക്കെ ആക്കിയിട്ട് കോളേജ് കുറച്ച് അപ്പുറത്തേക്കാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതല്ല. അപ്പോൾ ഞാനൊരു ഗേൾസിൻ്റെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് ബോയ്സ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് വന്നത് പ്രീ ഡിഗ്രി കാലഘട്ടം മാത്രമാണ്. അതിനുശേഷം ഞാൻ ഡിഗ്രി കാലഘട്ടത്തിൽ വീണ്ടും വിമൻസ് കോളേജിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 വർഷം മാത്രമാണ് നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്തിട്ടുള്ളത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു സമയമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും നാൾ 10 വർഷം നമ്മൾ പെൺകുട്ടികളെ മാത്രം കണ്ടിട്ട് ഈ 2 വർഷത്തെ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ മാത്രമാണ് നമ്മൾ മിക്സഡ്. അതിനുശേഷം വീണ്ടും പഴയതുപോലെ തന്നെ ഗേൾസ് മാത്രമായിട്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റാണ്. നമുക്ക് അറിയില്ല എങ്ങനെയാണ്. ഇപ്പോൾ റിച്ചാർഡും നമ്മുടെ മക്കൾ 3 പേരും മിക്സഡ് ആയിട്ടുള്ള സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവർക്ക് അതിൽ വലിയ പ്രത്യേകതകളൊന്നും തോന്നില്ല. അവർ കിൻഡർഗാർട്ടൻ തുടങ്ങിയിട്ട് പ്ലേ ക്ലാസ് തുടങ്ങിയിട്ട് തന്നെയും അവർ മിക്സഡ് ആയിട്ടാണ് പഠിച്ചേക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു സംഭവമായിരുന്നു. യൂണിഫോമിൽ നിന്ന് കളർ ഡ്രസ്സിലേക്ക് അങ്ങോട്ട് മാറുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത കാലഘട്ടം തന്നെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലാസ്സുകൾ പിള്ളേരുടെയും കഴിഞ്ഞ് ഞങ്ങളുടെയും കഴിഞ്ഞ് അപ്പം മോളുടെ അമ്മയും പപ്പയും ഞാനും റിച്ചാർഡും എല്ലാവരും കൂടി. അപ്പോൾ പപ്പ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. റൂബി ഒറ്റക്കായിരുന്നു. റൂബിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. റൂബി ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം നമ്മൾക്കത് അവളെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒറ്റക്കാക്കേണ്ടി വരുമല്ലോ. ഇപ്പം കല്യാണം മനസ്സമ്മതത്തിനൊക്കെ ഒന്ന് ഒറ്റക്ക് കുറച്ച് നേരം അവൾ കിടക്കേണ്ടി വരും. പിന്നെ ഞങ്ങളുടെ 2 കൂട്ടരുടെയും വീടുകൾ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് പരിപാടികൾ നടത്തുന്നത്. നമുക്ക് ഓടി വരാം. റൂബിനെ ഇടയ്ക്ക് നോക്കാനെങ്കിലും വരാൻ സാധിക്കും. ഒരു 10 മിനിറ്റ് പോലും ഡ്രൈവില്ല. അപ്പോൾ ആ ഒരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. ദൂരെ നിന്നുള്ള കല്യാണ കാര്യങ്ങൾ ഒരുപാട് വന്നെങ്കിലും ഈ റൂബിയുടെ കാര്യം ഓർത്തിട്ട് തന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ദൂരം നമ്മൾ പോയി പരിപാടികളെല്ലാം കൂടി വരുമ്പോൾ റൂബി എന്തായിരിക്കും അവസ്ഥ? റൂബിനെ ഒരാളെ ഏൽപ്പിക്കാനും നമുക്ക് പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമതകൾ നമ്മൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏറ്റവും അടുത്തുള്ള സ്ഥലം തന്നെ ആയതുകൊണ്ട് മോളെൻ്റെ നാട്ടുകാരിയാണ്, തോപ്പുംപിടിക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും എൻ്റെ ഇടവക്കാരിയാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഇടവക്കാരി ആയപ്പോഴത്തേക്ക് എനിക്ക് വലിയ സന്തോഷമാണ് അതിൽ. അപ്പോൾ ഇല്ലേ, ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചതൊക്കെ ഈ കൂട്ടത്തിലൊന്ന് കാണിക്കണേണ്. കാരണം ഇത് കുറേ അധികം ദിവസമായിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. തുറന്ന് കാണിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ചെറിയൊരു വീഡിയോ പോലെ തോന്നിയപ്പോഴത്തേക്കും ഞാൻ ഇതും കൂടി എങ്ങനെയെങ്കിലും ഒന്ന്
ഒന്ന് ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരമില്ലാത്ത നേരത്തെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ആ വീഡിയോ ഒന്നും നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല. കാരണം മോളും ഒക്കെ ഉൾപ്പെട്ടതാണ്. അതിപ്പോൾ എന്തായാലും പുറത്ത് കാണിക്കാൻ താല്പര്യം പെട്ടിട്ടില്ല ആരും, അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. സാവധാനം നമുക്ക് കാണിക്കാം, നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിയട്ടെ എന്നിട്ടൊക്കെ കാണിക്കാം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ ഇല്ലേ, ആദ്യം കാണിച്ച ബെഡ്ഷീറ്റ് ഇല്ലേ, ആ ബെഡ്ഷീറ്റിൻ്റെ വില വരുന്നത് 1000 രൂപയാണ് കേട്ടോ. അത് കിങ് സൈസ് ബെഡ്ഷീറ്റ് കോട്ടണുമാണ്. ഭയങ്കര വലിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. കിങ് സൈസിനേലും വലിയ കട്ടിലുകൾക്കും ആ ഒരു ഇടാൻ പറ്റിയ കണക്കിനുള്ളതാണ്. നല്ല വലുതാണ്. കിങ് സൈസിലും നല്ല രീതിയിലുള്ളിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരു നമ്മുടെ റിങ് വെക്കുന്ന, മോതിരങ്ങൾ വെക്കുന്ന ഒരു ഓർഗനൈസർ, ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചായിരുന്നു. ബാക്കിയുള്ളതെല്ലാം ഫ്ലിപ്കാർട്ടിൽ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നോക്കിയിട്ട് ഫ്ലിപ്കാർട്ടിൽ ഞാൻ വിചാരിക്കുന്ന മോഡലില്ലായിരുന്നു. അപ്പോൾ മീഷോയിൽ നോക്കിയപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു. നല്ലതാണ് കേട്ടോ. 200 രൂപയുള്ളൂ. പക്ഷേ നമ്മളുടെ മോതിരങ്ങളെല്ലാം നല്ല വൃത്തിക്കിരിക്കും. ഇവിടെ എൻ്റെ മോതിരങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എനിക്കത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്ന് തോന്നി, ഒന്ന് വൃത്തിയായിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ നെക്ലസ് വെക്കുന്ന സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ജ്വല്ലറി ബോക്സ്. ആ ജ്വല്ലറി ബോക്സ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അന്നേ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അന്നേ പിന്നെ അതും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചാണ്. അത് നല്ല സൂപ്പറാണ് കേട്ടോ. അതിൽ മോതിരം വെച്ചിട്ട് നമുക്ക് ഒരുപാട് മോതിരം വെക്കാം, നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ മേടിച്ച്, പിന്നെ വേറെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ, അത് ഞാൻ ഗ്ലാസ് പൊട്ടുന്നത് എടുത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, പൊട്ടുന്നതിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും കയ്യിൽ നിന്നൊക്കെ താഴെ വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്ലാസിൻ്റെ ജാറൊക്കെ മേടിച്ച് വെച്ചിട്ട് അത് കയ്യിലൊക്കെ പൊട്ടി കയറിയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അൺബ്രേക്കബിളായിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ, ഇത് 6 എണ്ണമുള്ള ഒരു സെറ്റാണ് മേടിച്ചത്. 12 എണ്ണത്തിന് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. 500 ml ആണ് കേട്ടോ. അപ്പോൾ ഇത് 6 എണ്ണത്തിൻ്റെ വില 213 രൂപ. അപ്പോൾ ഇത് സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചതുരത്തിലുള്ളത് മേടിച്ച കാര്യം ഇതാണ്. അപ്പോൾ മറിഞ്ഞ് വീഴാതെ മിതേ വെക്കാമല്ല. അപ്പോൾ അത് 6 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതാ, പെട്ടെന്ന് തന്നെ എല്ലാം പുറത്തോട്ട് എടുക്കാതെ മാത്രം കാണിച്ചിട്ട് ഞങ്ങൾ മാറ്റണം. കാരണം ഒട്ടും തന്നെ നേരമുണ്ടാകുന്നില്ല. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഡിസ്കഷന് വേണ്ടിയിട്ടൊക്കെ നേരം പോകുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ആയി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കലും ഒന്നും നടക്കണില്ല. പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാനുള്ള സമയമില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. അത് വൈറ്റാണ് കേട്ടോ. കല്യാണത്തിൻ്റെ അന്ന് അവരുടെ റൂമിൽ വിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് വൈറ്റ് ബെഡ്ഷീറ്റ്. അതിൻ്റെ വില 1181 രൂപയാണ് കേട്ടോ. ഇതൊന്നും വിരിച്ച് നോക്കിയിട്ടൊന്നുമില്ല, അത് കറക്റ്റ് ആണോ സൈസ് എന്നുള്ളതൊന്നും നോക്കിയിട്ടില്ല, അതിനുള്ള നേരവും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കണം, അത് സാവധാനം ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഞാൻ തുറക്കുന്നുമില്ല കേട്ടോ. അത് അപ്പം തന്നെ എടുത്തിട്ട് അങ്ങനെ തന്നെ ഇങ്ങോട്ട് മാറ്റി ആ കവറിൽ തന്നെ ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതെന്താണെന്നുള്ള ഇത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഒന്നും എന്ന് വിചാരിച്ച് ഞാൻ ഓപ്പൺ ചെയ്തൊരു ബോക്സ് ആയിരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ഇൻഡസ് വാലി എനിക്ക് വിട്ടു തന്നേക്കുന്ന ഒരു കുക്കറാണ്. 8 ലിറ്ററിൻ്റെ കുക്കറാണ്, വലിയൊരു കുക്കർ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്രസ്സ് ഞാൻ വീണ്ടും നോക്കി, ഇത് മാറി എങ്ങാനും വന്നതാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് അവരയച്ചെന്ന് നമ്മളോട് പറഞ്ഞിട്ടേ ഉണ്ടാകുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. ഇതിപ്പോൾ പറയാതെ വിട്ടേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ 8 ലിറ്ററിൻ്റെ കുക്കർ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം ഞാൻ ഇന്ന് വരെയും 5 ലിറ്ററിൽ കൂടുതലുള്ള കുക്കർ യൂസ് ചെയ്തിട്ടില്ല, മേടിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. വേറെയുള്ള വീടുകളിലൊക്കെ വലിയ കുക്കറിൽ അരി വെക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു കുക്കർ മേടിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല, നമുക്കതിൻ്റെ ആവശ്യമുണ്ടെന്നും തോന്നിയിട്ടില്ല. പിന്നെ അതിൻ്റെ വില കേൾക്കുമ്പോഴത്തേക്കും മേടിക്കാനും തോന്നില്ല, അതാണ് സത്യം. അപ്പോൾ ഏതായാലും ആ ഒരു കുക്കർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയാണിത്. അപ്പോഴേക്കും അടുത്ത ഡെലിവറി പുറത്ത് വന്നത് പോയി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണിപ്പോൾ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുളിമുറിയിൽ ഞാൻ സൈഡിലായിട്ട് വെച്ചിട്ടുള്ള ഒരു വൈറ്റ് കളറുള്ള സ്റ്റാൻഡില്ലേ, അപ്പോൾ അത് കുളിമുറിക്ക് ബാത്റൂമിന് വേണ്ടി മാത്രം എന്ന് പറയാനില്ല, നമ്മുടെ കിച്ചണിലും ഒട്ടും സ്ഥലമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ ഒരു ചെറിയ സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന ഒരു 3 ടയറായിട്ടുള്ള സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൻ്റെ അകത്ത് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
പൊടികളും കാര്യങ്ങളൊക്കെ കുപ്പിക്കകത്താക്കിയിട്ടൊക്കെ നിരത്തി വെക്കാം. ഇനി അഥവാ ബാത്റൂമിൽ വെക്കുന്നതാണെങ്കിൽ നമ്മുടെ ഷാമ്പുവും ക്ലോസറ്റ് ക്ലീൻ ചെയ്യുന്ന അങ്ങനെയുള്ള ക്ലീനിങ് സപ്ലൈസ് കംപ്ലീറ്റ് അതിനകത്ത് വെച്ച് ഓർഗനൈസ് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെയാണ് എൻ്റെ കുളിമുറിയിൽ വെച്ചേക്കുന്നത്. അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, വളരെ നമുക്ക് സ്പേസ് കളയാത്ത രീതിയിലൊക്കെയുള്ള ഒരു സ്റ്റാൻഡായതുകൊണ്ട് സെയിം സ്റ്റാൻഡ് തന്നെ ഞാൻ മേടിച്ചു. ആ സ്റ്റാൻഡിൻ്റെ വില 427 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പപ്പയുടെ അടുത്തൊന്ന് സെറ്റാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഊണ് കഴിക്കാനുള്ള ടൈമൊക്കെ അപ്പോഴും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 10 മണിയോടുകൂടിയാണ് ഊണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ മോതിരം ഒന്ന് വെച്ച് ഞാൻ കാണിച്ചത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിനകത്ത് മോതിരം വെക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഇതിനകത്ത് 10-25 അല്ല അതിൽ കൂടുതൽ മോതിരം വെക്കാൻ സാധിക്കും കേട്ടോ. കുറേ അധികം മോതിരം വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പപ്പയുടെ അടുത്ത് അത് കൊടുത്തിട്ട് പപ്പ അത് സെറ്റാക്കിയൊക്കെ എന്നിട്ട് ഇനി മുകളിൽ അവരുടെ ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പപ്പ അത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. ഭയങ്കര കോരിച്ചൊരിയണം മഴയാണ് പുറത്ത്. അപ്പം ഞങ്ങളുടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി കിടന്നാൽ മാത്രം മതി. അപ്പോൾ അതേ ഇതും നമ്മൾ നേരത്തെ ഒരു ദിവസം ഓർഡർ ചെയ്ത് വന്നതായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മെഷറിംഗ് കപ്പാണ് കേട്ടോ. അതും പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് മേടിച്ചത്. എനിക്ക് ചില്ലിൻ്റെ ഒക്കെ മേടിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, അത് ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയില്ല. 143 രൂപ 143 ആണ് കേട്ടോ അതിൻ്റെ വില. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല മഴയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ മഴയെ നോക്കി നിൽക്കണേണ് പപ്പ. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണം മഴക്കാലത്തായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചൊന്നും കല്യാണം നടത്താൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾക്ക് കിട്ടിയേക്കുന്നത് പാരിഷ് ഹോളാണെങ്കിലും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാരിഷ് ഹോളാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകളെ വിളിച്ചിട്ടാണ് നമ്മൾ കല്യാണം നടത്തുന്നത്. കല്യാണം ഈ സമയത്ത് നടത്തിയിരുന്നുണ്ടെങ്കിൽ മോളുടെ പപ്പക്ക് പിന്നെ ലീവില്ല, മോൾക്ക് ലീവ് ഉണ്ടാവില്ല, റിച്ചാർഡിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം കൂടി കണക്കാക്കി നമ്മൾ അങ്ങനെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ വിളിച്ചിട്ടാണ് നമ്മൾ കല്യാണം നടത്തുന്നത്. അപ്പോൾ ഇത്രയാണെന്നുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ വീണ്ടും കാണാം. താങ്ക് യു.